ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. തിരുപ്പതി യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ കഴിഞ്ഞ വെക്കേഷനിലായിരുന്നു യാത്ര. പത്മാവതി ക്ഷേത്രം, തിരുമല തിരുപ്പതി വെങ്കിടാചലപതി ക്ഷേത്രം, പിന്നെ ശ്രീ കാളഹസ്തി, ഇങ്ങനെയായിരുന്നു യാത്ര. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങിയാലോ? 6:30 കേരള എക്സ്പ്രസ്സിൽ കയറാനായി ഞങ്ങൾ 6 മണിക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ 1 മണിക്കൂർ ലേറ്റായിരുന്നു. അതുകൊണ്ട് ട്രിപ്പിന് വരുന്ന മിക്കവരെയും പരിചയപ്പെടാനുള്ള സമയം കിട്ടി. 7:30ക്കാണ് ട്രെയിൻ എത്തിയത്. എല്ലാവർക്കും ഒരു ടാഗ് തന്നിരുന്നു. അതനുസരിച്ചുള്ള കോച്ചിൽ ഞങ്ങൾ കയറി അവരവരുടെ സീറ്റിലിരുന്നു. രാത്രിക്കുള്ള ഭക്ഷണം പൊതിഞ്ഞെടുത്തിരുന്നു. അതും കഴിച്ച് കയറി കിടന്നെങ്കിലും ഞങ്ങൾ ഫ്രണ്ട്സ് ഉറങ്ങിയില്ലെന്ന് തന്നെ പറയാം. മൈത്രേയ ടൂർസ് ആൻഡ് ട്രാവൽസിലെ കലേട്ടനാണ് ഞങ്ങളുടെ ടൂർ കോർഡിനേറ്റർ. അവരുടെ കൂടെ മൂകാംബികയ്ക്കും ഗോവയ്ക്കും ഞങ്ങൾ പോയിരുന്നു. അടുത്ത ദിവസം 4:55 തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ എത്തി. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. റോഡിലേക്ക് ഇറങ്ങി അവിടെയും നല്ല തിരക്ക്. അടുത്തുള്ള ഹോട്ടൽ ഭീമാസിൽ ചെക്ക് ഇൻ ചെയ്ത് 5:30ക്ക് ഞാനും ചേട്ടനും ചായ കുടിക്കാൻ ഇറങ്ങി. ഒരു അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ 6:45 റൂമിൽ നിന്ന് ഇറങ്ങി. തിരുപ്പതി യാത്രയുടെ പുണ്യവും ഫലങ്ങളും പൂർത്തിയാകണമെങ്കിൽ പത്മാവതി ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തണം. തിരുപ്പതിക്കടുത്തുള്ള തിരുച്ചാനൂരിലാണ് പത്മാവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുഷ്കരിണിയിലെ സ്വർണ്ണത്താമരയിൽ നിന്നും ഉയർന്നു വന്നു എന്നർത്ഥത്തിലാണ് പത്മാവതി എന്ന പേര്. മഹാവിഷ്ണുവിന്റെ അവതാരമായ വെങ്കിടേശ്വര ഭഗവാൻ പത്മാവതിയെ വിവാഹം കഴിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങിവന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അമ്പലത്തിന് മുൻവശത്ത് ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകി വരുന്നുണ്ടായിരുന്നു. അതിൽ ചവിട്ടി മാത്രമേ നമുക്ക് അകത്തോട്ട് കയറാൻ സാധിക്കുകയുള്ളൂ. കാലുകൾ ശുദ്ധിയാക്കിയ ശേഷം മാത്രം അമ്പലത്തിലേക്ക് കയറുക എന്നായിരുന്നു അത്രേ അതിൻ്റെ ഉദ്ദേശം. അധികം തിരക്കൊന്നുമില്ലാത്തത് കാരണം 1/2 മണിക്കൂറിനുള്ളിൽ ദർശനം കഴിഞ്ഞിറങ്ങി. അവിടെയുള്ള ഒരു ഹോട്ടലിൽ നിന്നു തന്നെയായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും. കുറച്ച് ഷോപ്പിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. ഇനി തിരുമലയ്ക്കും ശ്രീ കാളഹസ്തിക്കുമാണ് യാത്ര. അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.